സെപ്റ്റംബർ 7 ശനിയാഴ്ച. ലൂക്ക 6:1-5 വരെ വാക്യങ്ങൾ. മുട്ടടയിലെ ഞങ്ങളുടെ ആശ്രമമുറ്റത്ത് ഒരു ചെറിയ മുന്തിരിത്തോട്ടമുണ്ട്. അതിൽ മുന്തിരി വിളയുമ്പോൾ ഞങ്ങളെ കാണാൻ വരുന്നവരെല്ലാം സ്വാഭാവികമായും 1-2 പഴുത്ത മുന്തിരി പറിക്കാൻ ശ്രമിക്കും. ഇതാണ് യേശുവിൻ്റെ കാലത്ത് സംഭവിച്ചത്. ഒരു സാബത്ത് ദിവസം ശിഷ്യന്മാർ ഒരു ധാന്യ വയലിലൂടെ നടക്കുമ്പോൾ അവർ സ്വയമേവ കുറച്ച് ധാന്യം പറിച്ചെടുത്ത് അതിൽ നിന്ന് തോട് നീക്കി ആ ധാന്യം തിന്നാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ അവർ പദ്ധതിയിട്ടിരുന്നോ എന്ന് സംശയമുണ്ട്. അത് ഒരു സ്വാഭാവികമായ കാര്യമായിരുന്നു. എന്നാൽ യേശുവിനെയും ശിഷ്യന്മാരെയും നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ചില ഫരിസേയർ യഹൂദ നിയമം അവർ ലംഘിച്ചുവെന്ന് ആരോപിച്ച് അവരെ കുറ്റപ്പെടുത്തി. സാബത്തിൽ ഒരു ജോലിയും ചെയ്യരുതെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. സാങ്കേതികമായി നോക്കുമ്പോൾ ശിഷ്യന്മാർ നിയമം ലംഘിച്ചിരിക്കാം. എന്നിരുന്നാലും ധാന്യം പറിച്ചു തിന്നത് അവർ ബോധപൂർവം എടുത്ത ഒരു തീരുമാനമല്ലായിരുന്നു. അതൊരു യാന്ത്രിക പ്രവർത്തനമായിരുന്നു. എന്നിരുന്നാലും യേശുവിനെയും അവൻ്റെ അനുയായികളെയും വിമർശിക്കാൻ ഫരിസേയർ നിരന്തരം കാരണങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. ഇന്ന് അവർക്ക് അതിനുള്ള മികച്ച ഒരു അവസരം ലഭിച്ചു. മറുപടിയായി യേശു ഫരിസേയരോട് ഇങ്ങനെ പറഞ്ഞു: ദാവീദും അവൻ്റെ കൂട്ടാളികളും ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് വഴിപാട് അപ്പമെടുത്ത് ഭക്ഷിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവർക്ക് വിശന്നപ്പോൾ ഭക്ഷണമൊന്നും ലഭ്യമല്ലാതിരുന്നതിനാലാണ് പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ അനുവാദമുള്ള ആ അപ്പം എടുത്ത് ഭക്ഷിച്ചത്. യേശുവിൻ്റെ പിന്നീടുള്ള പ്രസ്താവന ഫരിസേയരെ പ്രകോപിക്കുകയും ഒരുപക്ഷെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തിരിക്കണം. അവൻ ലളിതമായി പറഞ്ഞു: മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. സാബത്ത് ദിനം വിശുദ്ധമായി ആചരിക്കുന്നതിനുള്ള 3-ാമത്തെ കൽപ്പന പുറപ്പാട് പുസ്തകത്തിലെ 20-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണാം. നമുക്ക് കർത്താവിനായി സമർപ്പിക്കപ്പെട്ട ഒരു ദിവസം, അവനെ ആരാധിക്കുവാനുള്ള ഒരു ദിവസം, സമയം, കൂടാതെ 6 ദിവസം ജോലി ചെയ്തതിന് ശേഷം വിശ്രമിക്കാനുള്ള ഒരു സമയം, ഇതൊക്കെയാണ് സാബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ ഈ കൽപ്പനയും ദൈവത്തിൻ്റെ മറ്റെല്ലാ കൽപ്പനകളെയും പോലെ അനുസരിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. എങ്കിലും സാബത്തിലെ അത്യാവശ്യമായ ഒരു ജോലി ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ലെന്ന് ഇന്നത്തെ വായനയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നു. സാബത്തിൻ്റെ കർത്താവ് എന്ന തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്താനും അദ്ദേഹം ഈ സന്ദർഭം ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുവിലാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വൈരുദ്ധ്യം ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.